ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയുടെ ഇൻട്രോയിൽ അമ്മയും ടുട്ടുമോനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മയും ടുട്ടുമോനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിരിക്കില്ല, അതാണ് അമ്മ പറഞ്ഞത്. ടുട്ടുമോന് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കും എന്തായാലും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ അത്യാവശ്യം നല്ലോണം പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുഞ്ഞ് ക്യൂബായിട്ടുള്ള പീസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, 2 ഏലയ്ക്ക, കുറച്ച് തേങ്ങ ചിരകിയതും നമുക്കിതിന് ആവശ്യമാണ്. പിന്നെ നമ്മളൊരു ചീനച്ചട്ടി എടുത്തു. അത് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പഴം അതിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ലൈറ്റായിട്ട് അത് നല്ല സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പഴത്തിന് മധുരമുണ്ട്, പക്ഷേ ടുട്ടുമ്പം പഞ്ചസാര ഇടുമ്പോഴാണ് അത് കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. സെയിം പാത്രത്തിന് അതോട്ട് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് തേങ്ങ ചെറിയതുണ്ട്, അതും കൂടി നമുക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ആ പഴം കട്ട് ചെയ്തത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു 5 മിനിറ്റ് സംഭവം റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ ബൈ, സീ യു.